ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ദൈവവചന കേൾവി നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും തൻ്റെ വചനം അയച്ച് നമ്മളെ വിടുവിക്കുന്ന, നമ്മളെ സൂക്ഷിക്കുന്ന, നമ്മളെ ശുദ്ധീകരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 139 സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യമാണ് ഇന്ന് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ ശുദ്ധീകരിച്ച് ദൈവ ഇഷ്ടം ചെയ്യുന്നവരാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനം ഓരോ തവണ കേൾക്കുന്നതും ഒരിക്കലും നമുക്ക് നഷ്ടമല്ല. ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും. കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവവചന ശുശ്രൂഷകളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്നത് കേൾക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന സന്ദേശവും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിന്, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിന് വളരെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് ആ വേദഭാവം പറയുന്നത്: വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഭക്തനായ ദാവീദിൻ്റെ, സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ ഒരു പ്രയറാണ്, ഒരു പ്രാർത്ഥനയാണ്. അദ്ദേഹം ദൈവത്തോട് പറയുകയാണ്. രണ്ട് കാര്യങ്ങളാണ് താൻ ദൈവത്തോട് പറയുന്നത്. ഒന്ന്, തൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റേണ്ട, തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ദൈവത്തോട് പറയുന്നു. മറ്റൊന്ന്, തൻ്റെ ജീവിതം എങ്ങോട്ട് പോകണമെന്നും തൻ്റെ ജീവിതം എങ്ങോട്ട് എത്തിച്ചേരണമെന്നും ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ഒന്ന് പറയുന്നു വ്യസനത്തിനുള്ള മാർഗം, രണ്ടാമത് ശാശ്വത മാർഗം. രണ്ട് വഴി. ഒന്ന്, തൻ്റെ ജീവിതത്തിൽ നിന്ന് റിമൂവ് ആകേണ്ടത്. രണ്ട്, താൻ സ്വീകരിക്കേണ്ടതായ വഴി. എന്താ ഈ വ്യസനത്തിനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ? ആദ്യം നമുക്കത് ചിന്തിക്കാം. വ്യസനത്തിനുള്ള മാർഗം വിക്കിഡ് വേ ആണ് എന്നാണ് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. വിക്കിഡ് വേ എന്ന് പറഞ്ഞാൽ, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അങ്ങേ ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും വഴി, എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് അങ്ങ് നോക്കണമേ. രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഈ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, ഞാൻ പറഞ്ഞു വ്യസനത്തിനുള്ള മാർഗം, അത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. രണ്ട്, താൻ നയിക്കപ്പെടേണ്ട, താൻ എത്തിച്ചേരേണ്ട, താൻ പോകേണ്ടത് ശാശ്വത മാർഗം, അതിനെക്കുറിച്ച് പറയുന്നു. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കണമേ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യമാണ് ആ ഒരു വാചകത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ അനുഷ്ഠിക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ പറയേണ്ട കാര്യമാണ് ആ കാര്യത്തിനകത്ത്, ആ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് കാണുന്നത്. ഒന്ന്, തൻ്റെ സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും വ്യസനത്തിൻ്റെ മാർഗമുണ്ടോ എന്ന് ദൈവത്തോട് ചോദിക്കുകയാണ്. ദാവീദിന് ഭാര്യയുണ്ട്. ആരാധിക്കുമ്പോൾ തന്നെ പരിഹസിച്ച മീഖൾ. തൻ്റെ അമ്മായപ്പനായ ശൗലുണ്ട്. തൻ്റെ സ്നേഹിതനായ യോനാഥാനുണ്ട്. തനിക്കെതിരെ കൂട്ടം കൂടിയ തൻ്റെ മകനായ അബ്ശാലോമുണ്ട്. തൻ്റെ കൂടെ നിൽക്കുന്ന ശക്തന്മാരായ വീരന്മാരുണ്ട്. എന്നാൽ ഇവരുടെ ആരുടെയും ജീവിതത്തിലേക്ക് ദൈവം ഒന്ന് നോക്കണേ എന്നല്ല ദാവീദ് പറഞ്ഞത്. തൻ്റെ സ്വന്തം ജീവിതത്തിനകത്ത് ദൈവത്തെ വ്യസനിപ്പിച്ച, ദൈവത്തെ ദുഃഖിപ്പിച്ച, ദൈവത്തെ ഹർട്ട് ചെയ്ത, ഗ്രീവ് ചെയ്ത, ദൈവത്തെ ഒഫൻഡ് ചെയ്ത എന്തെങ്കിലും വഴികൾ, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ദൈവത്തോട് ചോദിക്കുക. ഇന്ന് ഈ ദൈവവചന സന്ദേശം കേൾക്കുമ്പോൾ എത്ര പേർക്ക് ദൈവത്തോട് പറയാൻ പറ്റും: ദൈവമേ, എന്നെ സ്നേഹിക്കുന്ന കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ വിഷമിപ്പിച്ച, ദൈവത്തെ ഹർട്ട് ചെയ്ത, ദൈവത്തിന് ദുഃഖമുണ്ടാക്കിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് ദൈവം ഒന്ന് നോക്കണമെന്ന്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയാൽ ശാശ്വത മാർഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കും. എന്താ ശാശ്വത മാർഗം? ശാശ്വത മാർഗം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എവർലാസ്റ്റിംഗ് വേ, നിത്യത. ഒന്ന് വിക്കിഡ് വേ. ദൈവമേ, അങ്ങ് നോക്കണം. എന്തെങ്കിലും വിക്കിഡായിട്ടുള്ള, എന്തെങ്കിലും വ്യസനത്തിനുള്ള, ദൈവത്തെ വ്യസനിപ്പിച്ച്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാപത്തിൻ്റെ എന്തെങ്കിലും വഴികൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അങ്ങ് നോക്കണം.
ഒന്ന്, തൻ്റെ സ്വന്തം ജീവിതത്തിലുണ്ടോ എന്ന് നോക്കുന്നു. 2, ആരോടാ പറയുന്നേ? ദൈവത്തോട് പരിശോധിക്കാൻ പറയുക. എന്താ ദൈവം പരിശോധിച്ചാലുള്ള പ്രത്യേകത? ഈ 139 സങ്കീർത്തനത്തിൻ്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്കറിയാം. ഈ ഒരു സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ സർവജ്ഞാനം 1 വാക്യം തൊട്ട് 6 വാക്യം വരെ വെളിപ്പെടുത്തുകയാണ്. ഹീ നോസ് എവരിത്തിങ്. 7 തൊട്ട് 12 വരെയുള്ള വാക്യത്തിൽ ദൈവം സർവ്വവ്യാപിയാണെന്ന് പറയുന്നു. ഹീസ് എവരിവെയർ. 13 വാക്യം തൊട്ട് 18 വാക്യം വരെ ദൈവം സർവശക്തനാണെന്ന് പറയുന്നു. ഹീ ക്രിയേറ്റഡ് അസ്. അത് ദൈവത്തിൻ്റെ സ്വാഭാവിക ഗുണലക്ഷണങ്ങളാണ്, നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. സർവശക്തൻ, സർവജ്ഞാനി, സർവ്വവ്യാപി. ഇത് മൂന്നും വെളിപ്പെടുത്തുന്ന സങ്കീർത്തനമാണ് 139. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കണമെന്ന് ദൈവത്തോട് പറയുമ്പോൾ താൻ പറയുന്നു, അങ്ങനെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ദൈവം എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്. ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെ ഒരുപോലെ ശോധന ചെയ്യാൻ, അറിയാൻ കഴിയുന്ന ദൈവത്തോടാണ് താൻ പറയുന്നത്. ദൈവം ശോധന ചെയ്താൽ സകലതും അവിടുത്തെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നുമായി കിടക്കുന്നു. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളതെന്ന് എബ്രായലേഖനം 4 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ വായിക്കുന്നു. എന്തിനേറെ പറയുന്നു, എൻ്റെ ഹൃദയത്തിലെ നിരൂപണം അറിയുന്നൊരു ദൈവം. ഞാൻ ഇരിക്കുന്നത്, ഞാൻ എഴുന്നേൽക്കുന്നത്, എൻ്റെ നടപ്പ്, എൻ്റെ കിടപ്പ്, എൻ്റെ വഴി, എൻ്റെ വാക്ക്, ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ദൈവത്തോട് പറയുകയാണ്, അങ്ങ് നോക്കണേ, വ്യസനത്തിനുള്ള എന്തെങ്കിലും മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കണമേ. മരണത്തിനപ്പുറത്തുള്ള നിത്യരാജ്യത്തിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവത്തോട് അങ്ങനെ പറയാനുള്ളൊരു പ്രാഗൽഭ്യമുണ്ടോ? അങ്ങനൊരു ആഗ്രഹം, അങ്ങനൊരു പ്രേരണ ഈ ദൈവവചന ശുശ്രൂഷയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടോ? ഒരു പക്ഷേ വാഹനം ഓടിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴായിരിക്കും ഇത് കേൾക്കുന്നത്, നിങ്ങൾ ഓഫീസിൽ ഇരിക്കുമ്പോഴായിരിക്കും, നിങ്ങൾ കിടക്കയിൽ കിടന്നുകൊണ്ടായിരിക്കും, പാചകം ചെയ്തുകൊണ്ടായിരിക്കും, നിങ്ങളുടെ ലിവിങ് റൂമിൽ ഇരുന്നുകൊണ്ടായിരിക്കും, 2-3 പേര് ചേർന്നായിരിക്കും ഈ മെസ്സേജ് കേൾക്കുന്നത്. നിങ്ങൾക്കെന്ന് പറയാൻ പറ്റുമോ, ദൈവമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് അങ്ങന്ന് നോക്കണേ. സ്വന്തം ജീവിതത്തിലെ കുറവ് ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ അങ്ങ് നോക്കണേ. 2, പരിശോധിക്കാൻ പറയുന്നത് ഹൃദയത്തിലെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്നറിയുന്ന ഇരിപ്പ്, എഴുന്നേൽക്കുന്നത്, കിടപ്പ്, നിരൂപണം, നടപ്പ്, വഴി, വാക്ക് എല്ലാം അറിയാവുന്ന, എല്ലാം ഗ്രഹിക്കുന്ന ദൈവത്തോടാണ് പറയുന്നത്. അതാ താൻ പറഞ്ഞ്, ഞാൻ എവിടേക്ക് പോവും അങ്ങേ ഒളിച്ച്, സ്വർഗത്തിൽ കയറി അവിടെ ഉണ്ട്, പാതാളത്തിൽ കിടക്കി വിളിച്ച് അവിടെ ഉണ്ട്, ഇരുട്ട് പോലും അങ്ങേക്ക് മറവില്ല. ആ ദൈവത്തോടാണ് താൻ പറയുന്നത്, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കണേ. അത് ദൈവം നോക്കിയാൽ എന്തു പറ്റും? അത് ദൈവം നോക്കിയാൽ അവിടുന്ന് അതിനെ പരിഹരിക്കുന്ന ദൈവമാണ്. 130 സങ്കീർത്തനത്തിനകത്ത് ഇങ്ങനൊരു വാചകമുണ്ട്, 3-4 വാക്യങ്ങൾ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് ദൈവത്തോട് പറയുമ്പോൾ, പരിശോധിക്കണമെന്ന് പറയുമ്പോൾ, ദൈവം പരിശോധിച്ചിട്ട് വ്യസനത്തിനുള്ള മാർഗം എന്തെങ്കിലും കണ്ടാൽ, ദൈവം കണ്ടാൽ, അത് ദൈവം നമ്മെ ഓർപ്പിച്ചാൽ, അത് നാം ഏറ്റുപറഞ്ഞാൽ അവിടെ നമ്മളോട് ക്ഷമിക്കും. അതാ പറഞ്ഞ, ഞാൻ യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും. എന്നിട്ടടുത്തത്, എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട്. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് ദൈവം കണ്ടാൽ അതിനുള്ള പരിഹാര മാർഗവും ആര് കണ്ടെത്തും? എൻ്റെ ദൈവം കണ്ടെത്തും. അതേ പ്രിയരെ, വ്യസനത്തിനുള്ള എന്തെങ്കിലും ഈ വർഷത്തിൻ്റെ പ്രാരംഭ സമയത്ത് മറ്റൊരു മാസത്തിലേക്ക് നമ്മൾ കയറി, ഇങ്ങനെ ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ ദൈവത്തെ വ്യസനിപ്പിച്ച് എന്തെങ്കിലും വിക്കറ്റ് വേ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്, ദൈവത്തോട് കർത്താവേ അങ്ങൊന്ന് നോക്കണം. അങ്ങ് നോക്കിയാൽ അങ്ങേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. ശാശ്വതമായ മാർഗത്തിലേക്ക് ഞാൻ പോകണമെന്നുള്ളതാണ് അങ്ങേക്ക് എന്നെക്കുറിച്ചുള്ള ഹിതം. ആ ശാശ്വത മാർഗത്തിലേക്ക് ഞാൻ എത്തിച്ചേരേണ്ടതിന് തടസ്സം നിൽക്കുന്ന ദൈവത്തെ വ്യസനിപ്പിച്ച് എന്തെങ്കിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, എൻ്റെ പ്രൈവറ്റ് ലൈഫിനകത്ത്, എൻ്റെ പബ്ലിക് ലൈഫിനകത്തുണ്ടെങ്കിൽ, 2 ദിവസം മുമ്പ് നമ്മൾ ചിന്തിച്ചതുപോലെ മറഞ്ഞിരിക്കുന്നതോ മറച്ചു വെച്ചതോ ആയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അങ്ങ് വെളിപ്പെടുത്തി തരണം. അങ്ങ് വെളിപ്പെടുത്തി തന്നാൽ അങ്ങയുടെ പക്കൽ വിമോചനമുണ്ട്. 17 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യത്തിൽ താൻ പറയുകയാണ്, നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. അടുത്തത്, നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നുമില്ല. ദൈവം നമ്മളെ പരീക്ഷിച്ച് ദുരുദ്ദേശം കണ്ടെത്തുന്നില്ല എന്ന് സാക്ഷ്യം പറയാൻ നമുക്കിടവരണം. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ ദൈവം സഹായിക്കും. ആ പ്രാർത്ഥനയാണ്, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് അങ്ങ് നോക്കണം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദാവീദ് പറയുമ്പോൾ, ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നിങ്ങളോട് പറയാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ ദൈവത്തോട് പറയും, കർത്താവേ, വ്യസനിപ്പിച്ച് അങ്ങേ വേദനിപ്പിച്ച് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് അങ്ങ് നോക്കണേ എന്ന് പറയുമ്പോൾ, കർത്താവിൻ്റെ ഹൃദയത്തിനകത്തുള്ളൊരു കാര്യം സങ്കീർത്തന പുസ്തകത്തിൽ തന്നെ കർത്താവ് പറയുന്നുണ്ട്. 12 സങ്കീർത്തനത്തിൽ അത് പറയുന്നു, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. അടുത്തത്, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കുമ്പോൾ ഈ ഒരു മെസ്സേജിൻ്റെ ഈ അവസാന ഭാഗത്ത് കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, സഹോദര സഹോദരി, മോനെ മോളെ മകനെ, നീ വിശ്വസ്തനായിട്ടാണോ ഇരിക്കുന്നത്? ഞാൻ വിശ്വസ്തനായി നിൻ്റെ ജീവിതത്തിനകത്ത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, ഞാൻ നിന്നെ നോക്കുമ്പോൾ നിൻ്റെ വിശ്വസ്തതയുടെ അളവ് എന്തുമാത്രമാണ്? ആർ യു ഫെയ്ത്ത്ഫുൾ? നീ വിശ്വസ്തനാണോ? നീ വിശ്വസ്തയാണോ? ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വസ്തത. ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യരോടുള്ള ബന്ധത്തിലും സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്നുള്ളതാണ്. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് വിശ്വസ്തരായിരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. വിശ്വസ്തന്മാരെ ദൈവം കാക്കുന്നു എന്ന് 31 സങ്കീർത്തനത്തിൻ്റെ 23 സങ്കീർത്തനക്കാരൻ പറയുക. വിശ്വസ്തന്മാർ കുറഞ്ഞു പോകുന്നുവെങ്കിലും ആ ഉള്ള കൂട്ടത്തെ ആര് കാക്കുന്നുണ്ടെന്നറിയാമോ? ദൈവം കാക്കുന്നു. നമ്മൾ വിശ്വസ്തരായിരുന്നാൽ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നമ്മളായിരിക്കുന്നിടത്ത് ദൈവം കൽപ്പിക്കും. ഞങ്ങളായിരിക്കുന്ന ജോലി സ്ഥാപനത്തിൽ നിങ്ങൾ വിശ്വസ്തയോടിരുന്നാൽ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ആ വിശ്വസ്തയോടെ നിൽക്കുന്ന സ്ഥലത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി തരും. നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് വിശ്വസ്തയോടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങളായിരിക്കുന്ന ചർച്ചിനകത്ത് വിശ്വസ്തയോടെ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, വിശ്വസ്തയോടെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ 100% ഉറപ്പ് പറയാം, വിശ്വസ്തന്മാരെ കാക്കുന്നൊരു ദൈവമുണ്ട്. ഇന്നീ മെസ്സേജ് ഒരു ശുദ്ധീകരണത്തിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചേ, എനിക്ക് വിശ്വസ്തയോടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവം തന്ന സമയത്തിനകത്ത്, ദൈവം തന്ന കുടുംബജീവിതത്തിനകത്ത്, ദൈവം തന്ന താലന്തുകൾക്കകത്ത്, ദൈവം തന്ന പണത്തിനകത്ത്, ദൈവം തന്ന സമയത്തിനകത്ത് എനിക്ക് വിശ്വസ്തനായിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ കാക്കുന്നൊരു ദൈവമുണ്ട്. ദാനിയേൽ എന്ന് പറയുന്ന ദൈവമനുഷ്യനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, തനിക്കെതിരെ ആളുകൾ കുറ്റം അന്വേഷിച്ചു. എപ്പോഴും ഓർത്തോണ്ട, നമ്മൾ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ, നമ്മൾ നന്മയിലേക്ക് പോകുമ്പോൾ, ദൈവസന്നിധിയിൽ നിന്ന് നന്മകൾ പ്രാപിച്ച് മുൻപോട്ട് പോകുമ്പോൾ അസൂയ ഉള്ള ആളുകൾ വർദ്ധിക്കും. എല്ലായിടത്തും ഉണ്ടത്. പക്ഷെ ദാനിയേലിൻ്റെ ഒരു പ്രത്യേകത നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നത് ദാനിയേൽ 6:4 ഇങ്ങനെ വായിക്കുന്നത്, അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ഒരു തെറ്റും ഒരു കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അവർ അന്വേഷിക്കുക, ദാനിയേലിനെ എങ്ങനെയെങ്കിലും ഒന്ന് കുട്ടുക്കണം. ദാനിയേൽ വിശിഷ്ട മാനസനായി വിളങ്ങുക, ഉത്കൃഷ്ട മാനസനായി വിളങ്ങുക, മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠനായി വിളങ്ങുക. കാരണം ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട്. താൻ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ ദൈവം അവന് വേണ്ടി നിന്നു. താൻ വിശ്വസ്തയോടെ നിന്നപ്പോൾ ദൈവം ദാനിയേലിന് വേണ്ടി നിന്നു. ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്താൻ അന്വേഷിച്ചു.
എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. എന്താ റീസൺ? ദാനിയേൽ ബ്ലെയിംലെസ്സായി നിൽക്കാനുള്ള ഒറ്റ റീസണേ ഉള്ളൂ, അവൻ വിശ്വസ്തനായിരുന്നു. കൊടുക്കാൻ പലരും നോക്കി, കള്ളരേഖകൾ എഴുതിപ്പിച്ചു. പക്ഷെ സിംഹത്തിൻ്റെ ഗുഹയിൽ അകപ്പെടുത്തപ്പോൾ വിശ്വസ്തന്മാരെ കാക്കുന്ന ദൈവം ദാനിയേലിനെ അവിടെ സൂക്ഷിച്ചു. ഇന്ന് എൻ്റെ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വസ്തയോടെ നിൽക്കാൻ നിനക്ക് കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം, ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിനക്കുണ്ട്. ഏതെങ്കിലും മേഖലകൾക്കകത്ത് അവിശ്വസ്തത കാണിച്ചിട്ട്, അത് സാമ്പത്തിക കാര്യത്തിലാകട്ടെ, അത് കുടുംബജീവിതത്തിലാകട്ടെ, വ്യക്തിബന്ധങ്ങളിലാകട്ടെ, ദൈവത്തോടുള്ള ബന്ധത്തിലാകട്ടെ, അങ്ങനെ ഒരു വ്യസനിപ്പിക്കുന്ന മാർഗം ജീവിതത്തിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ മെസ്സേജ് കേൾക്കുമ്പോൾ കർത്താവ് നിന്നോട് പറയും, നീ വിശ്വസ്തയോടെ നിൽക്കുക, ദൈവം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിൻ്റെ ജീവിതത്തിനകത്തുണ്ടാവും. ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എൻ്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. 101 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യം. ആമേൻ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാനാണ് നാം ദൈവത്തെ നിന്ന് കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 2 കാര്യങ്ങളാണ് വിശ്വസ്തയോടുള്ള ബന്ധത്തിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 1, എന്നുവരെ വിശ്വസ്തയോടെ നിൽക്കണം. വെളിപ്പാട് 2:10 മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. അങ്ങനാണെങ്കിൽ ജീവകിരീടം കിട്ടും. 2 തീത്തോസ് 2:10 വായിക്കുന്നു, സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കണം. ഏതെങ്കിലും കാര്യത്തിൽ മാത്രമല്ല, സകലത്തിലും. ഇന്ന് ഈ മെസ്സേജ് ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിശ്വസ്തത എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്നീ മെസ്സേജ് കേൾക്കുമ്പോൾ ആ വിശ്വസ്തതയിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് നമുക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കെ നിന്നെ കാത്തിരിക്കുന്നത് ജീവൻ്റെ കിരീടമാണ്. സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കെ. ദൈവം തന്ന അല്പകാര്യത്തിൽ നീ വിശ്വസ്തനായിരുന്നാൽ, കഴിവില്ലാത്ത, ബുദ്ധിയില്ലാത്ത, പ്രാപ്തിയില്ലാത്ത, യോഗ്യതയില്ലാത്ത നിനക്ക് അധികത്തിൽ വിചാരകനാക്കാൻ ദൈവം വിശ്വസ്തനാണ്. പലപ്പോഴും നമ്മൾ അവിശ്വസ്തരായി പാർത്തപ്പോഴും ദൈവം വിശ്വസ്തനായിരുന്നു. തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നുവെങ്കിൽ വ്യസനത്തിലുള്ള മാർഗം നമ്മിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് നയിക്കുന്ന ദൈവം, വിശ്വസ്തയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ, വ്യസനത്തിനുള്ള എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അവിശ്വസ്തത എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. ഒരവസരം എൻ്റെ ജീവിതത്തിൽ തന്നാൽ വിശ്വസ്തയോടെ ജീവിക്കും. മരണപര്യന്തം വിശ്വസ്തയോടെ ജീവിക്കാൻ, സകലത്തിലും വിശ്വസ്തയോടെ ജീവിപ്പാൻ എന്നെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവജന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇരിക്കുന്നത്, ഞങ്ങൾ എഴുന്നേൽക്കുന്നത്, ഞങ്ങളുടെ നിരൂപണം, ഞങ്ങളുടെ നടപ്പ്, ഞങ്ങളുടെ കിടപ്പ്, ഞങ്ങളുടെ വഴി, ഞങ്ങളുടെ വാക്ക്, സകലതും ശോധന ചെയ്യുന്ന അറിയുന്ന ദൈവമേ, അവിടുന്ന് വ്യസനത്തിനുള്ള എന്തെങ്കിലും മാർഗം ഞങ്ങളിലുണ്ടോ എന്ന് നോക്കണമേ. അവിശ്വസ്തത ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ആ വ്യസനത്തിൻ്റെ മാർഗത്തെ അങ്ങ് പരിഹരിക്കണമേ. അങ്ങയുടെ പക്കൽ വിമോചനമുണ്ടെന്ന് വായിച്ചതുപോലെ വ്യസനത്തിനുള്ള സകല മാർഗവും ഞങ്ങളുണ്ടോ എന്ന് നോക്കി അതിനെ പരിഹരിക്കണമേ. എല്ലാ അവിശ്വസ്തതയും മാറി പോട്ടെ. മരണപര്യന്തം വിശ്വസ്തരായിരിക്കും. ദാനിയേലിനെ പോലെ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു കുറ്റവും കുറവും കണ്ടില്ല എന്ന് വായിക്കുന്ന പോലെ മറ്റുള്ളവർ ഞങ്ങളെ നോക്കുമ്പോൾ വിശ്വസ്തതയോടെ ജീവിക്കുന്ന വ്യക്തികളെന്ന് പറയാൻ സ്വർഗം സംഗതി വരുത്തണമേ. വിശ്വസ്തയോടെ ജീവിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഡിവൈൻ പ്രൊട്ടക്ഷന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണനെന്ന് വായിക്കുന്നത് പോലെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ജീവിച്ച് ശാശ്വത മാർഗത്തിലേക്ക് ഞങ്ങളെ നയിച്ച് ജീവൻ്റെ കിരീടം പ്രാപിപ്പാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. ഈ ശബ്ദം കേട്ട സകല വ്യക്തികളും അപ്രകാരം ഒരു സ്പിരിച്വൽ ലൈഫ് നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് സംഗതി വരുത്തണമേ. ഒരുമിച്ച് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടേ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.